തവണ സെവൻസിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറിൻ്റെ ഒരു കരിയർ ഡെവലപ്മെൻറ്റിന് സെവൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് തോന്നുന്നത്? സെവൻസ് പ്രൊഫഷണൽ കരിയറിൽ സെവൻസ് ഇമ്പോർട്ടൻ്റ്. ഫുട്ബോളിൽ സെവൻസ് എങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൂട്ടിച്ചേർക്കണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. സെവൻസ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോസിറ്റീവ് സാധനങ്ങൾ സെവൻസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും സെവൻസിനെ ഒരിക്കലും ഞാൻ മോശമായിട്ടും ചിത്രീകരിച്ചിട്ടില്ല, വളരെ നല്ലതായിട്ടും ചിത്രീകരിച്ചിട്ടില്ല. യെസ്, നല്ലതാണെന്ന് ചോദിച്ചാൽ സെവൻസിനെ കൊണ്ട് ഒരുപാട് യങ്സ്റ്റേഴ്സ് ചെറുപ്പം തൊട്ടേ കളിക്കുന്നുണ്ട്. ഇവരൊക്കെ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ അഗെയിൻസ്റ്റാണ് കളിക്കുന്നത്. സോ അവർക്ക് പ്രൊഫഷണൽ കരിയറിൽ വരുമ്പോൾ ഒരു ഫോറിൻ പ്ലേയേഴ്സിൻ്റെ അഗെയിൻസ്റ്റ് കളിക്കുമ്പോൾ ആ ഫിയർ, ആ പേടി, ആ സംഗതികളൊക്കെ അവർക്ക് ഈ സെവൻസ് ഒന്ന് മാറിക്കിട്ടും. എസ്പെഷ്യലി കേരള സെവൻസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള സെവൻസ് കളിച്ച ഒരു അറ്റ്ലീസ്റ്റ് 1 ഇയർ കളിച്ച ഏതൊരു യങ് ടാലൻറ്റും പ്രൊഫഷണൽ ക്ലബ്ബിൽ പോയേക്കാണെങ്കിൽ നന്നായിട്ട് കളിക്കാൻ പറ്റും. കാരണം ഓൾറെഡി അവർ ഫോറിനേഴ്സിൻ്റെ അഗെയിൻസ്റ്റ് കളിച്ചിട്ട് അവരെ ടെക്നിക്കും സാധനങ്ങളൊക്കെ എന്താണ് ഫോറിനേഴ്സ് എന്നുള്ള സാധനങ്ങൾ അവർക്ക് മനസ്സിലായി. അതിന് ശേഷം അവർ പ്രൊഫഷണൽ കരിയർ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് അവർ ഫുട്ബോളിനെ കാണും. ഫിസിക്കൽ ചാലഞ്ചസ് ഒരുപാട് ഉള്ളതാണ് ഈ ISL-ഉം SLK-ഒക്കെ, ഈവൻ ഐ ലീഗ്. അപ്പം അതിലേക്കൊക്കെ ഒന്നും കൂടെ ഈസി ആയിരിക്കും സെവൻസ് കളിക്കുന്ന പ്ലെയേഴ്സിന്. പക്ഷേ സെവൻസ് ഒരു ഫ്യൂച്ചർ പ്ലാനാക്കി കൊണ്ട് നടക്കരുത് എന്നേ ഞാൻ പറയാറുള്ളൂ. യെസ്, നല്ലതാണ്, ഒരുപാട് ഫാമിലീസിന് ഉപയോഗമുണ്ട് സെവൻസ് ഫുട്ബോൾ. കാരണം ഒരുപാട് ഫാമിലിയുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ് സെവൻസ് ഫുട്ബോൾ. സോ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതിനെക്കൊണ്ട് നമുക്ക് ഒരുപാട് കുട്ടികളുമുണ്ട്, അതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ടാലൻറ്റ് നഷ്ടപ്പെടുന്നുണ്ട്. കാരണം സെവൻസാണ് നമുക്ക് ലോകം ഫുള്ളായിട്ട് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് ടോപ്പ് ടാലൻറ്റ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സെവൻസ് ഒരു മോശമാണ്. ഞാനൊക്കെ സെവൻസ് കളിച്ചതാണ്, പക്ഷേ ഒരുപാട് ആഷിഖ് സെവൻസ് കളിച്ചതാണ്, ഈവൻ സഹലി കളിച്ചതാണ്. ഇവിടെയുള്ള ഒരുപാട് പ്ലേയേഴ്സ് CK, റാഫി ആവട്ടെ, NP പ്രദീപ്, എല്ലാവരും സെവൻസ് കളിച്ചിട്ട് വന്നതാണ്. ഈവൻ IM വരെ സെവൻസ് കളിച്ചിട്ടായിരിക്കും വന്നത്. അപ്പോൾ ഇവർക്കൊക്കെ കളിക്കാനുള്ളൊരു ഫൗണ്ടേഷൻ സെവൻസാണ് ആദ്യങ്ങളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം അവരെ ഫ്യൂച്ചർ കണ്ടെത്തുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് സെവൻസ് ഒരു ഫ്യൂച്ചർ പ്ലാനാണെന്ന് വിചാരിച്ച് വരരുത് എന്നുള്ളതാണ്. യെസ്, അതെപ്പോഴും നമുക്ക് ഉണ്ടാവുന്നൊരു ഫൗണ്ടേഷനാണ് സെവൻസ്. പക്ഷേ 11സിനായിട്ട് മീൻസ് പ്രൊഫഷണൽ കരിയറായിട്ട് അവർ കാണണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ സെവൻസിലുള്ള പ്ലേയേഴ്സ്. നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് വരുവാണെങ്കിൽ ഇന്ത്യൻ ടീമിന് ഇനി എന്തെല്ലാം ഒരു മാറ്റമാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നല്ലതാണ്, അല്ലെങ്കിൽ ഇത്തരം ടീമുമായിട്ട് ഒരു മാച്ച് വെക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ടീമിനെ കുറച്ചും കൂടി ബെറ്ററാക്കി മാറ്റാൻ പറ്റും എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും സത്യം പറയാൻ തോന്നിയിട്ടുണ്ട്. നമ്മളെപ്പോഴും തോൽക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രം നാഷണൽ ടീം അവിടെ തോറ്റു ഇവിടെ തോറ്റു എന്ന് മാത്രം പറയുന്നുള്ളൂ. നമ്മളൊരു എന്താ പറയുക, നമ്മളതായിട്ടുള്ള ഒരു ഇസ്സത്ത് വെച്ചിട്ട് വേണം കളിക്കാൻ. മീൻസ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എന്നും ഭൂട്ടാനോടും നേപ്പാളിനോടും മ്യാൻമാറിനോടും മലേഷ്യനോടും കളിക്കാതെ നമ്മൾ GCC കൺട്രിയിലെ അറബ് കൺട്രി ബഹ്റൈൻ, അബുദാബി, ദുബായ്, UAE ടീം, ബഹ്റൈൻ ടീം, അതേപോലെ ഒമാൻ ടീം, അങ്ങനത്തെ ടീമുകളോട് കണ്ടിന്യൂസ് നമ്മൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രിയിലുള്ള ടീമുകളോട് കളിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ മീൻസ് നമ്മൾ കൊറിയനോടോ ജപ്പാനോടൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം മാച്ച്. നമ്മൾ തോറ്റക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്പീരിയൻസ് നമുക്ക് പറ്റും, എങ്ങനെ നമുക്കിതിനെ അതിൽ നിന്നുള്ള മിസ്റ്റേക്സ് എങ്ങനെ ലേൺ ചെയ്യാം എന്നൊക്കെ പഠിക്കാൻ പറ്റും. നമ്മളെന്നും നമ്മളെ ടീം കൂടുതൽ ഫ്രണ്ട്ലി മാച്ച് വെക്കാറ് നേപ്പാൾ, ഭൂട്ടാൻ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു AFC മാച്ചൊക്കെ ഉള്ളതുകൊണ്ട് അത് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇമ്പ്രൂവ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോപ്പ് ടീമിനോട് നമ്മൾ കളിക്കുക. റിസൾട്ട് നമ്മൾ ഓസ്ട്രേലിയനോടൊക്കെ ട്രൈ ചെയ്യുക ഫ്രണ്ട്ലി മാച്ചിന്. മീൻസ് എന്തായാലും നമ്മളെ ഫെഡറേഷന് കഴിയുന്ന സാധനങ്ങളാണ് അതൊക്കെ. എന്തുകൊണ്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഉണ്ടാവാം, റീസൺ ഉണ്ടാവാം. പക്ഷെ അവരോട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ ഈവൻ തോറ്റാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യും, എന്താണോ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് പിന്നെയും അതുപോലത്തെ ടീമിനോട് കളിക്കുകയാണെങ്കിൽ ഈ മിസ്റ്റേക്ക് നമുക്ക് അതൊന്നും ലേൺ ചെയ്യാം. ടോപ്പ് ടീമിനോട്, ഏഷ്യയിലുള്ള നമ്പർ 1 ടീമുകളോട് കളിക്കണം എന്നുള്ള അഭിപ്രായക്കാരനെയാണ്. ഖത്തറിനെ പോലത്തെ ടീം, ഓസ്ട്രേലിയ പോലത്തെ ടീം. എന്തുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു അവസരം തുറന്ന് കിട്ടാത്തത്? അല്ലെങ്കിൽ അത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കും? ഫെഡറേഷൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അറിയില്ല എന്താണെന്ന്. ഫെഡറേഷൻ ആയിരിക്കും അതറിയാം. അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണോ, കൂടുതൽ ഫ്രണ്ട്ലി കൊണ്ടുവരുമ്പം അതിന് ഒരുപാട് എമൗണ്ടിൻ്റെ ആവശ്യങ്ങളുണ്ടോ എന്നൊന്നും അറിയില്ല.
പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ മാച്ചുകൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് സാധനങ്ങളായിരിക്കും. നമ്മൾ KFCക്കും വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ടിനൊക്കെ നമുക്ക് നല്ല ഉപയോഗം. പക്ഷേ സ്റ്റാർട്ടിങ് ഇവിടുന്നേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2026 നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോഴേ നമ്മൾ അതിനൊക്കെ പ്ലാൻ ചെയ്യണം. ഫ്രണ്ട്ലി മാച്ചസ് പോകണം, ഫെസിലിറ്റീസ് മാറ്റണം. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പുതിയ പ്ലെയേഴ്സിൻ്റെയും കൂടിയും ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരുപാട് ടോപ്പ് പ്ലേയേഴ്സാണ് നമ്മളെടുത്തുള്ളത്. എല്ലാ പ്ലേയേഴ്സും നല്ല ഫാസ്റ്റാണ്, ടെക്നിക്കൽ എബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. റിസൾട്ട് ഇല്ല, യെസ്, പക്ഷേ നമ്മളാളുകൾ എപ്പോഴും ഇങ്ങനെ റിസൾട്ട് മാറ്റർ ചെയ്യുന്നുണ്ട്. റിസൾട്ട് ഇത് അത്ര ഈസിയുള്ള സംഗതിയൊന്നുമില്ല ഈ സ്പോർട്ട് ഫുട്ബോൾ. പറയുന്ന പോലെ ആളുകൾ ഇങ്ങനെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കഴിയൂലെങ്കിൽ നിർത്തിപ്പോയിക്കൂടെ. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മളൊന്നും തോൽക്കാനും വേണ്ടിയിട്ടല്ലല്ലോ കളിക്കണേ. എല്ലാ പ്രൊഫഷനും ഇനിയിപ്പോൾ ഓഫീസ് ജോബ് ആണെങ്കിലും എല്ലാം ആണെന്നുണ്ടെങ്കിലും നമ്മൾ അച്ചീവ്മെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത്. നിങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ്, അവരെ ഓഫീസാവട്ടെ, അവരെ ഏത് കല ആവട്ടെ, കായികമാവട്ടെ, എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ജയിക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ തോൽക്കുന്നു, അപ്പോൾ വേറൊരാൾ ജയിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഫീൽ ഉണ്ടാവും. പക്ഷെ നമ്മളൊരിക്കലും തോൽക്കാനും മാത്രം വേണ്ടിയിട്ട് കളിക്കുന്നില്ല.